ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയെന്ന് പറഞ്ഞ ഫ്രിക്ഷൻ ആണ്, അറിയാമായിരിക്കുമല്ലോ. അല്ല, ഏതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞോളൂ. എന്താണ്? ഉറച്ച് പറയണേ. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ നോക്കിയതിന് ശേഷം എർത്തിങ് അതിനകത്തുള്ളതാണോ? അല്ലല്ലോ, അത് ഡ്രോയിങ്ങിനകത്തുള്ളതല്ലേ. ഇതൊന്നും ആലോചിക്കാതെയാണ് ഇരിക്കുന്ന. കാൽക്കുലേഷനകത്ത് നമ്മൾ അപ് ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ഒരു ഒബ്ജക്റ്റിനകത്ത് എഫക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആണോ അല്ലേ? ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു സർഫസിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഉറക്കം ഒന്ന് പറയണേ. ഇതിനകത്ത് നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, ആണോ അല്ലേ? അതിനെയാണ് പുള്ളിങ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഞാനിവിടെ പുള്ളിങ് ഫോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നു. എന്ത് ഫോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നു? പുള്ളിങ് ഫോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു. എന്നാൽ ഈ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിന്റെ പേരെന്താണ്? കുറച്ച് പറയാ, ആ ഫോഴ്സിന്റെ പേരെന്താണ്? ആ ഫോഴ്സിന്റെ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഫോഴ്സിന്റെ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഏതിന്റെയും ഇടയിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? രണ്ട് സർഫസിന്റെ ഇടയിലല്ലേ? ഇതാ ഇവിടെ ആയിട്ടായിരിക്കും ആ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. കറക്റ്റ് ആണോ അല്ലേ? ആണ്. ഇവിടെ ആയിട്ടായിരിക്കും ആ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ആണല്ലോ? ഇതേപോലെ ഉറക്കെ പറയണം, അല്ലെങ്കിൽ കേൾക്കത്തില്ല. ഓക്കെ, ഈ രണ്ട് സർഫസിന്റെ ഇടയിലും ഏതിന്റെയും സർഫസിന്റെ ഇടയിലാണ് ഏതിന്റെയും സർഫസിന്റെ ഇടയിലാണ്? കേൾക്കുന്നുണ്ടോ? ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയൂ. ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സർഫസും പിന്നെ സർഫസ് ബോട്ടം സർഫസ്. ഒബ്ജക്റ്റിന്റെ ബോട്ടം സർഫസും ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സർഫസിന്റെ ഇടയിലാണ് ഏത് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, ആണോ അല്ലേ? ഈ രണ്ട് ഫോഴ്സും അല്ലാതെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ രണ്ട് ഫോഴ്സും അല്ലാതെ വേറെ ഏത് ഫോഴ്സാ ഉള്ളത്? എന്ത് പറഞ്ഞു നിങ്ങള്? വേറെ ഒരു ഫോഴ്സിനാ? അതായത് ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് ഒരു വെയിറ്റ് ഉണ്ട്, ആണോ അല്ലേ? ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്ന? എർത്ത് അതിന്റെ സർഫസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും അതിന്റെ സെന്ററിലോട്ട്, അതിന്റെ എങ്ങോട്ട്? സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്തോന്ന് പേര് പറയുന്നത്? എന്തോന്ന് പേര് പറയണം? ക്ലിയർ അല്ല? ക്ലിയർ അല്ല? കേൾക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നാലോ? എർത്ത് അതിന്റെ സെന്ററിലുള്ള എന്ന് പറഞ്ഞേ,
പറയൂ. എർത്തതിന്റെ സർഫസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും അതിന്റെ എങ്ങോട്ട് സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്ന എന്ത്? അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പേര് പറയുന്നത്? വെയിറ്റ് എന്ന് പേര് പറയാം. ഒന്നുകൂടെ പറഞ്ഞാണ്, എർത്ത് അതിന്റെ സർഫസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പേര് പറയണ? വെയിറ്റ് എന്ന് പേര് പറയണം. ആണോ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാണ്, എർത്ത് അതിന്റെ ഇപ്പൊ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്ന? ഡൗൺവേർഡ് ആയിട്ട്. ആ ഫോഴ്സ്, ആ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആയിട്ടോ അപ്വേർഡ് ആയിട്ടോ? ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിലും അതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. ആണോ അല്ലേ? അതാണ് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് വെയിറ്റ്. അതാണ് മൂന്നാമത്തെ ഫോഴ്സ്. ആണോ അല്ലേ? ആണ്. ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. ആണോ അല്ലേ? ആണ്. നിങ്ങളൊരു 10 നില 20 നില ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ 20 നില ബിൽഡിങ്ങിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആണോ അല്ലേ? അപ്പൊ അത്രയും വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? എർത്തിന്റെ സെന്ററിലോട്ട്, ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ ബിൽഡിംഗ്, അപ്പൊ ഡൗൺവേർഡ് ആയിട്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് എങ്ങോട്ട് പോകും? താഴോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ആണോ അല്ലേ? എന്നാൽ ബിൽഡിംഗ് താഴോട്ട് പോകുന്നുണ്ടോ? എന്തുകൊണ്ട്? ക്ലിയർ അല്ല, വ്യക്തമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. താഴെ എന്ന് അതേപോലെ. അപ്പോഴും ബിൽഡിംഗ് താഴോട്ട് പോകുന്നില്ലെങ്കിൽ അതിനകത്ത് ഒരേ ഒരു റീസണേ ഉള്ളൂ. നേരെ ചൊവ്വേ ആലോചിക്കുന്നവർക്ക്, ഇത്രയും ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് സ്വാഭാവികമായിട്ടും താഴോട്ട് പോകേണ്ടതാണ്. ബിൽഡിംഗ് താഴോട്ട് പോകുന്നില്ലെങ്കിൽ ഒരേ ഒരു റീസണേ ഉള്ളൂ. എത്രമാത്രം ഫോഴ്സ് ആണോ ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് തിരിച്ചു കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എർത്ത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബിൽഡിംഗ് താന്ന് പൊയ്ക്കൊണ്ടിരുന്നേ. ആണോ അല്ലേ? ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീട് വെക്കുമ്പോൾ ചിലപ്പോൾ ബേസ്മെന്റ് കെട്ടി കഴിയുമ്പോൾ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ബേസ്മെന്റ് താന്ന് പോകുന്നത് കാണാം. കറക്റ്റ് ആണോ അല്ലേ? ആണ്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഈ വീട് വെക്കുന്നതിന്, ബേസ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വാനം വെട്ടിയാണ്, കുഴിച്ചിട്ടാണ് കോൺക്രീറ്റ് എന്ത് ചെയ്യുന്ന ബേസ്മെന്റ് കിട്ടുന്നത്. നിങ്ങൾ അവിടെ അങ്ങനെയാണോ? ഇപ്പൊ കുട്ടനാട് റീജിയൻ ഒക്കെ പോയാൽ എങ്ങനെയായിരിക്കും വീട് കെട്ടുന്നത്? ഉള്ള പ്രദേശം, അതായത് ഉള്ള സർഫസ് പിന്നെ കുഴിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള സർഫസ് ആണ് ഏറ്റവും മുകളിലത്തെ സർഫസ്. അതുകൊണ്ട് അത് പിന്നെ താഴോട്ട് കുഴിക്കത്തില്ല. കറക്റ്റ് അല്ലേ? എന്നാൽ പല കേസിലും കുട്ടനാട് ആ ഒരു റീജിയനിലോട്ട് പോയാലൊക്കെ കാണാൻ പറ്റും, ബേസ്മെന്റ് കെട്ടിയിട്ടാ എങ്ങോട്ട് പോകും? താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. കറക്റ്റ് ആണോ അല്ലേ? ആണ്. അത് എന്തിന്റെ കുറവാണ്? അതായത് ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ബേസ്മെന്റ് കൊടുക്കുന്ന താഴോട്ടുള്ള ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഒരു ഫോഴ്സ് തിരിച്ചു കിട്ടുന്നുണ്ടോ? ആ ഒരു പ്രദേശത്തിന് അങ്ങനെ ഒരു ഫോഴ്സ് തിരിച്ചു തരാനുള്ള എന്തില്ല? എബിലിറ്റി ഇല്ല.
എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കെട്ടിവെച്ചെല്ലാം എങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും, താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ അല്ലേ? അപ്പോൾ അതിന് പറയുന്ന ഒരു പേരുണ്ട്, ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയും, എർത്തിന്റെ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പൊ എർത്തിന്റെ സോയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ സാധാരണ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ പ്രോപ്പറായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പലയിടത്തും കെട്ടിവെക്കുന്ന സാധനങ്ങൾ എങ്ങോട്ട് പോകുന്നത്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം, നിങ്ങളുടെ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. കാര്യം പ്രോപ്പറായിട്ട് തിരിച്ചൊരു ഫോഴ്സ് കിട്ടുന്നില്ല, ഒരു തിരിച്ചൊരു ഫോഴ്സ് തരാനുള്ള എബിലിറ്റി അതിനകത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെന്നുള്ളത് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? എന്നാൽ അങ്ങനെ അല്ലാത്തൊരു പ്രദേശങ്ങളും ഉണ്ട്. ഇപ്പൊ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ചെങ്ങന്നൂര്. നമ്മുടെ ITIയുടെ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്നത് താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള പ്രദേശമാണ്, പ്രോപ്പർ ആയിട്ട് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള പ്രദേശമാണ്. അല്ലെങ്കിൽ എത്രമാത്രം ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നു അത്രമാത്രം ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ടും കിട്ടും. കറക്റ്റ് ആണല്ലോ? അതുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ബിൽഡിങ്ങിന്റെ വെയിറ്റിനനുസരിച്ച് അല്ലേ? ആ ഒരു ഫോഴ്സിന് ഒരു പേര് പറയും. എന്തെന്ന് പേര് പറയുമെന്ന് അറിയാമോ? ആ ഒരു ഫോഴ്സ് ആരാണ് ആക്ട് ചെയ്യുന്നത്? ആ ഒരു ഫോഴ്സ് ആരാണ് നമുക്ക് തരുന്ന? എർത്ത് തിരിച്ചു തരുന്ന ഫോഴ്സ് ആണ്. കറക്റ്റ് ആണോ അല്ലേ? എർത്ത് തിരിച്ചു തരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് എന്തൊന്ന് പേര് പറയണം? ദാറ്റ്സ് നോർമൽ റിയാക്ഷൻ. എന്താണ് നോർമൽ റിയാക്ഷൻ? അതായത് വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എർത്ത് തിരിച്ചു തരുന്ന ഫോഴ്സിനെയാണ് എന്തോന്ന് പേര് പറയുന്നത്? നോർമൽ റിയാക്ഷൻ എന്ന് പേര് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന 4 ഫോഴ്സസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെയാണ് ഫോഴ്സ്? ഒന്ന് വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിട്ട്? ഡൗൺവേർഡ് ആയിട്ട്. അടുത്ത നോർമൽ റിയാക്ഷൻ എങ്ങോട്ടായിട്ട്? അപ്വേർഡ്. പുള്ളിംഗ് ഫോഴ്സ് എങ്ങോട്ട്? ഈ ഫിഗർ പ്രകാരം റൈറ്റ് സൈഡിലോട്ട്. ക്ലിയർ ആണല്ലോ? ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ട്? ഈ ഫിഗർ പ്രകാരം ലെഫ്റ്റ് സൈഡിലോട്ട്. 4 ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ, ആ 4 ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് വെച്ചെടുത്ത് തന്നെ ഇരിക്കും. ആണോ അല്ലേ? ഈ പുള്ളിംഗ് ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ? പുള്ളിംഗ് ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതലും പുള്ളിംഗ് ഫോഴ്സ് കുറവുമാണെങ്കിലും എന്ത് സംഭവിക്കും? മൂവ്മെന്റ് ഉണ്ടാവും. ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതൽ, പുള്ളിംഗ് ഫോഴ്സ് കുറവ്, മൂവ്മെന്റ് ഉണ്ടാവും. ഉണ്ടാകുമോ? ക്ലിയർ ആയില്ല? എടാ, ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയണ കൂടുതൽ, ഫ്രിക്ഷൻ ഫോഴ്സ് കൂടുതലാണെന്ന് പറഞ്ഞോണ്ട് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് വലിച്ചോണ്ടാകാനോ പോകൂ? ഇല്ല, അത് അവിടെ തന്നെ ഇരിക്കും. എപ്പോഴാണ് പുള്ളിംഗ് ഫോഴ്സ് ഈ ഫ്രിക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നത്, അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങോട്ട് നീങ്ങി തുടങ്ങും? പുള്ളിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലോട്ട്, അതായത് ഈ ഫിഗർ പ്രകാരം റൈറ്റ് സൈഡിലോട്ട് നീങ്ങി തുടങ്ങും. ക്ലിയർ ആണോ? ആണ്. എന്നാൽ ഞാൻ ചോദിച്ചത് ഫ്രിക്ഷൻ ഫോഴ്സും പുള്ളിംഗ് ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് എത്രയാണോ അത് തന്നെയാണ് പുള്ളിംഗ് ഫോഴ്സ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത്. പുള്ളിംഗ് ഫോഴ്സ് ഒരു എമൗണ്ട് കൂടെ കൂടുതലാണെങ്കിൽ പുള്ളിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങും. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സിറ്റുവേഷൻ, അതായത് അപ്ലൈ ചെയ്ത ഫ്രിക്ഷൻ ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സും അപ്ലൈ ചെയ്ത പുള്ളിംഗ് ഫോഴ്സും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. ക്ലിയർ ആണല്ലോ? ആ ഒരു സിറ്റുവേഷൻ എന്താണ് പേര് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലേ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഈ ഒരു ഫിഗറിലൂടെ റെപ്രസെന്റ് ചെയ്തത്. ആണോ അല്ലേ? അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോഴ്സും ഈക്വൽ ആയിരിക്കും? ഫ്രിക്ഷൻ ഫോഴ്സും
ഫ്രിക്ഷണൽ ഫോഴ്സും പുള്ളിംഗ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഏത് രണ്ട് ഫോഴ്സും കൂടെ ഈക്വൽ ആയിരിക്കും? വെയിറ്റും ഓക്കെ, വെയിറ്റും പിന്നെ എന്തും ഈക്വൽ ആയിരിക്കും? നോർമൽ റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കേസിലാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്താണ് ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്? വാട്ട്സ് മീൻ ബൈ ദിസ് നോർമൽ റിയാക്ഷൻ? വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അതായത് ഒരു ബോഡി അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഈക്വൽ എമൗണ്ട് ഓഫ് ഒപ്പോസിംഗ് ഫോഴ്സ് തിരിച്ച് ബോഡിയിലോട്ട് ആക്ട് ചെയ്യും. ആണോ അല്ലേ? ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തോന്ന് പേര് പറയണം? നോർമൽ റിയാക്ഷൻ എന്ന് പറയണം. അതായത് when a body applies a downward force equal to എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു വെയിറ്റ്, ഇറ്റ്സ് ഓൺ വെയിറ്റ്, അതിന്റെ സ്വന്തം വെയിറ്റ്. ഒന്ന് വായിച്ചാണ് ഇത്രയും. അപ്ലൈഡ് അല്ല, അപ്ലൈസ് എന്ന് മാത്രം മതി. when a body applies a downward force equal to its own force, അതായത് അതിന്റെ മലയാളത്തിൽ ഒന്ന് മീനിങ് പറഞ്ഞാണ്. മലയാളത്തിൽ മീനിങ് പറയൂ. ഒരു ബോഡി ഡൗൺവേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എന്തിന് ഈക്വൽ ആയിട്ടുള്ള? വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഡൗൺവേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? ടു ദ സർഫസ്, അതിരിക്കുന്ന സർഫസിലോട്ട്. ആണോ അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറയുന്ന? താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ഡെവലപ്പ് ചെയ്യും? താഴേന്ന് then and താഴേന്ന് എന്തിന് ഈക്വൽ ആയിട്ടുള്ള? then an equal amount of opposing force acts on the body എങ്ങോട്ടാണ്? ഏത് ഡയറക്ഷനില്? അപ്വേർഡാ ഡൗൺവേർഡാ? വെർട്ടിക്കലി അപ്വേർഡ്. then കഴിഞ്ഞിട്ട് ബാക്കി ഒന്ന് വായിച്ചാണ്. ഇത് കഴിഞ്ഞിട്ട് then an equal amount of the vertically upwards. ആണോ അല്ലേ? ഒരു സെക്കൻഡ്. കേൾക്കാലോ? അതായത് then an equal amount of opposing force acts on the body vertically upwards. അതായത് ബോഡി ഡൗൺവേർഡ് ആയിട്ട് അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ
താഴോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കേൾക്കുന്നില്ല? ബോഡി അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? താഴെന്ന് അതേ എമൗണ്ട്, അതേ ഈക്വൽ എമൗണ്ടില് ഒരു ഫോഴ്സ് മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് is called normal reaction. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പുള്ളിംഗ് ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, കറക്റ്റ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. വെയിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. നോർമൽ റിയാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അപ്പൊ എല്ലാ ഫോഴ്സിനെയും കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഒരു ഒബ്ജക്റ്റിനകത്ത്, ഒരു സർഫസിനാലും റെസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഒന്നാമത്തെ കേസ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സമയത്ത് ഓരോ ഫോഴ്സും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഫോഴ്സും എങ്ങനെയായിരിക്കും? പറഞ്ഞോളൂ. പുള്ളിംഗ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വൽ ആണ്. അടുത്തത് വെയിറ്റ് നോർമൽ റിയാക്ഷനും ഈക്വൽ ആണ്. അപ്പൊ 4 ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ ആ സമയത്ത് ഹാപ്പൻ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഏത്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ സമയത്ത് എങ്ങനെയായിരിക്കും? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ സമയത്ത് എങ്ങനെയായിരിക്കും? ഏതിനെക്കാളും? ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാളും. നോർമൽ റിയാക്ഷന്റെയും വെയിറ്റിന്റെയും കേസ് പറഞ്ഞില്ല. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതിന് മാറ്റമൊന്നും വരത്തില്ല. ഇനിയിപ്പം വെയിറ്റ് കൂടുതലാണെങ്കിൽ താഴോട്ട് പോകുന്ന അവസ്ഥ എങ്ങാനും വരുമോ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ്? ഇല്ല. ഇനി റോളിംഗ് ഫ്രിക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കണം? പുള്ളിംഗ് ഫോഴ്സ് കുറച്ച് പറയൂ. ഏതിനെക്കാളും? നോർമൽ റിയാക്ഷനും വെയിറ്റും ഈക്വൽ ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സമയത്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സമയത്ത് ഏതായിരിക്കും കൂടുതലാവുന്ന? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ഏതിനെക്കാളും? പുള്ളിംഗ് ഫോഴ്സിനെക്കാളും. നോർമൽ റിയാക്ഷനും വെയിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സമയത്ത് ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സമയത്ത് ഏതിനേക്കാൾ കൂടുതലായിരിക്കും, ഏതൊക്കെ ഈക്വൽ ആയിരിക്കും? അടുത്ത സ്ലൈഡിംഗ് ഫ്രിക്ഷൻ സമയത്ത്, അടുത്ത റോളിംഗ് ഫ്രിക്ഷൻ സമയത്ത്, അടുത്ത ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സമയത്ത്. ഇത് 4 ഫ്രിക്ഷന് ഹാപ്പൻ ചെയ്യുമ്പോൾ ഈ ഫോഴ്സിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ അല്ലേ? അതും കൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ലാസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ് ഈ ഫോഴ്സിനെയൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ലാസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ് 4 റൂള് പറയാനുണ്ട്. അതിനുശേഷം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറയാനുണ്ട്. പിന്നെ ഇൻക്ലൈൻഡ് പ്ലെയിനിലും സ്ട്രെയിറ്റ് പ്ലെയിനിലും ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നതോടുകൂടി ചാപ്റ്റർ തീരും. ഓക്കെ, ഒരു 2-3 ക്ലാസ്സും കൂടെ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ വൃത്തിയായിട്ട് നോട്ട് ചെയ്യാം. നാളെ പറ്റുമെങ്കിൽ അരുണിമ പ്രൊജക്ഷന് വേണ്ടി ബാക്കിയുള്ളവരെ റെഡിയാക്കുക. ഓക്കെ, ശരി, താങ്ക് യു.